മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ പി ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം സൗമ്യ. പഞ്ചായത്തിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭരണകാലയളവാണിത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ഡ്രോൺ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കീടനാശിനി പ്രയോഗം അടക്കം അത്തരത്തിൽ നവീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കാർഷിക മേഖലയിൽ ഇതുവരെയായി നടത്തി വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നവീന കാർഷിക രീതികളും അതുപോലെ തന്നെ യന്ത്രസഹായം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഈ കാലയളവിൽ നടത്തി വന്നിട്ടുള്ളത് എന്തെല്ലാമാണ്? മേഖല നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതില് നെൽവിത്ത് അല്ലെങ്കിൽ നെൽകൃഷി തന്നെ ആയിരുന്നു നമ്മള് വളരെയധികം ഇമ്പോർട്ടന്റ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ഏകദേശം ഒരു 35 ഹെക്ടർ ഭൂമിയിലായിരുന്നു ആദ്യം കൃഷി നടത്തിയിരുന്നത് എങ്കിൽ ഇന്നിപ്പോ ഏകദേശം 200 ഹെക്ടറിന്റെ അടുത്ത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെൽകൃഷി മാത്രം കൂടാതെ പച്ചക്കറി, തെങ്ങ്, അതുപോലത്തെ കവുങ്ങ്, റബ്ബർ, കുരുമുളക്, കശുമാവ് എല്ലാ രീതിയിലും നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിത്ത് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതിന് പുറമെ ഏകദേശം 17,000 രൂപ സബ്സിഡി കൂടി നൽകിയിട്ടാണ് നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഡ്രോൺ വെച്ചിട്ടായിരുന്നു അതിന്റെ സമ്പൂർണ്ണ കളിക്കല് നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് നല്ലൊരു വിജയം തന്നെ ആയിരുന്നു. കാരണം അതിനുശേഷം നല്ല വിളവെടുപ്പ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലിഫ്റ്റ് ഇറിഗേഷൻ ഏകദേശം പഞ്ചായത്ത് 3 അതുപോലെ തന്നെ കട്ടുപ്പാറ ഒരു മൈനർ ഇറിഗേഷനും ഇവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ വഴി ഒരു 2 ഇറിഗേഷനും അങ്ങനെ ഈ കൃഷിയിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി 5 ലിഫ്റ്റ് ഇറിഗേഷൻ വഴി കൂടി നമ്മൾ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ പഞ്ചായത്തിന്റെ മറ്റ് കൃഷി നിലയ്ക്ക് മത്സ്യകൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വീട്ടുമുറ്റത്ത് മത്സ്യക്കുളം എന്ന രീതിയിൽ മത്സ്യകൃഷി നടത്തുന്നു. പിന്നെ ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി, അതുപോലെ തന്നെ കാലിത്തീറ്റ വിതരണം, പിന്നെ തൊഴുത്ത് നിർമ്മാണം തൊഴിലുറപ്പില് ഉൾപ്പെടുത്തി നമ്മൾ തൊഴുത്ത് നിർമ്മാണം നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ പദ്ധതി വെച്ച് പോത്തുമുട്ടി, ആട്ടുംകുട്ടി, പശുക്കുട്ടി, മുട്ടക്കോഴി ഈ ഒരു രീതിയിലെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. കാർഷിക മേഖലയെ പോലെ തന്നെ മികച്ച പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലും കാഴ്ചവെക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആർദ്രം പുരസ്കാരം, അതുപോലെ തന്നെ കായകൽപ്പം പുരസ്കാരം പോലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള പഞ്ചായത്താണ്. ആരോഗ്യ മേഖലയിൽ എങ്ങനെയാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാനായത്? എങ്ങനെയാണ് ആരോഗ്യ മേഖലയെ ഇത്തരത്തിൽ നിരന്തരമായി നവീകരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത്? ആരോഗ്യ മേഖലയില് നമ്മളുടെ FHSC എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല FHSCകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് 4 ഡോക്ടർമാരുണ്ട്. വൈകുന്നേരം 6 മണി വരെ നമ്മൾ അതിന്റെ ഈവനിങ് OP വരെ ചെയ്യുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 400-450 OP ഡെയിലി ഇവിടെ ഇപ്പോ നിലവിലുണ്ട്. അതുപോലെ തന്നെ 2872 ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 160ഓളം പേരെ പാലിയേറ്റീവ് രോഗികൾ എന്നുള്ള നിലയ്ക്ക് ഉൾപ്പെടുത്തി പാലിയേറ്റീവിന്റെ ഒരു സംവിധാനം ഏർപ്പെടുത്തി ആ രീതിയിൽ FHSCയുടെ കീഴിൽ 5 സബ് സെന്ററുകൾ ഉണ്ട്. ആ 5 സബ് സെന്ററുകളും ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിലുമുള്ള സൗകര്യങ്ങളോട് കൂടി നമ്മളുടെ 5 സബ് സെന്ററുകളും ഇപ്പോൾ ഏകദേശം 1.5 കോടി രൂപയോളം അതിലേക്ക് വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ലാബിൽ ഏകദേശം 50 ടെസ്റ്റോളം നമ്മളിപ്പോ നടത്തി പോരുന്നുണ്ട്. പിന്നെ നമുക്ക് ആർദ്ര പുരസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒരു 5 ലക്ഷം രൂപയാണ് അന്ന് സർക്കാരിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതില് ബാക്കി ഫണ്ട് ഒരു 15 ലക്ഷം രൂപയും കൂടി വകയിരുത്തി സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഒരു വ്യായാമ കേന്ദ്രം ഇപ്പോ FHSCയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യ പരിപാലനത്തോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു മേഖലയാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, അതുപോലെ തന്നെ വയോജന സൗഹൃദ ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ കിടപ്പ് രോഗികൾക്കായും വയോജനങ്ങൾക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കുമായുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത്? ഭിന്നശേഷി എന്നുള്ളത് നമുക്കൊരു ബഡ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ നല്ല രീതിയിൽ തന്നെ വലിയൊരു കെട്ടിടമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അതില് എല്ലാവിധ സൗകര്യങ്ങളും കുട്ടികൾക്ക്
എക്സസൈസ് ചെയ്യാനുള്ളതും ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതിലേക്ക് ബഡ്സ് സ്കൂളിലേക്ക് 17 ലക്ഷം രൂപ വകയിരുത്തി ഏകദേശം നമ്മളൊരു വാഹനം ബുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് തന്നെ നമുക്ക് ആ വാഹനം കിട്ടുന്നതാണ്. പിന്നെ അവർക്കുള്ള ഭിന്നശേഷി സ്കോളർഷിപ്പ് ഏകദേശം നമുക്ക് 132 കുട്ടികളാണ് ഇപ്രാവശ്യം അപേക്ഷ തന്നിട്ടുള്ളത്. ആ 132 കുട്ടികൾക്കും ഉള്ള സ്കോളർഷിപ്പ് നമ്മൾ വിതരണം ചെയ്തു. അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികളുടെ വിനോദയാത്ര കഴിഞ്ഞ വർഷം നമ്മൾ എറണാകുളത്ത് വാട്ടർ മെട്രോ ഒക്കെ കാണിച്ചു കൊടുത്ത് വന്നിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഇവിടെ തന്നെ അടുത്തുള്ള ഒരു പാർക്കിൽ പോയി ഏകദേശം ഒരു ദിവസം മുഴുവൻ അവരുടെ കൂടെ വിനോദയാത്രയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു. പിന്നെ അതുപോലെ അവരുടെ ടീച്ചറെ വെച്ചിട്ട് നമ്മള് കലാപരിപാടികൾ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു. ഡാൻസ്, തിരുവാതിര, ഒപ്പന അങ്ങനെയുള്ള കളികളൊക്കെ അവരെ ജില്ലാ തലത്തിൽ വരെ കൊണ്ടുപോയി. നല്ല രീതിയിലുള്ള മാറ്റാണ് ബഡ്സ് സ്കൂളിലെ കുട്ടികളിൽ നിന്നും നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരുന്നത്. ഒരു കുട്ടി അതിൽ നിന്നും ജോലിക്ക് പോവാൻ വരെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ ആ ഒരു മാറ്റം നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. പിന്നെ പകൽ വീട്, വയോജനങ്ങൾക്കുള്ള പകൽ വീട് നമുക്ക് സ്വന്തമായിട്ട് കെട്ടിടമുണ്ട്. അവിടെയും ഇതുപോലെ ഒരു കെയർ ടേക്കറെ വെച്ച് നല്ല രീതിയിൽ തന്നെ അവിടെ TV, അതുപോലെ എക്സസൈസ് ചെയ്യാനുള്ള ത്രെഡ്മിൽ പോലെയുള്ള ഉപകരണങ്ങളുണ്ട്. മാസികകള്, ന്യൂസ് പേപ്പറുകള് എല്ലാം അവർക്ക് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു കൃഷിഭവനും പകൽ വീടും ഒരേ കോമ്പൗണ്ടിലാണ് വരുന്നത്. നമുക്കതിന് ബഹുമാനപ്പെട്ട പ്രസാദ് മിനിസ്റ്റർ വന്നിട്ടായിരുന്നു അതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്കുള്ള കട്ടിൽ, അതേപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള വിനോദയാത്ര, ഇപ്രാവശ്യത്തെ വിനോദയാത്ര നാളെയാണ് നമ്മൾ പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വയോജനങ്ങൾക്കുള്ള വിനോദയാത്ര എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് അവർക്കൊരു പ്രത്യേക പരിഗണന തന്നെ നൽകിയിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. സൗമ്യ, ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു ഭാവിയിലേക്കായി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകുമല്ലോ. അത്തരത്തിൽ ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന പഞ്ചായത്തിന്റെ ലക്ഷ്യങ്ങളായി കണക്കാക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് ഇപ്പോ നമ്മളുടെ ഭരണസമിതി കയറിയ സമയത്ത് പറഞ്ഞ കാര്യങ്ങള് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അതിലിപ്പോ വിദ്യാഭ്യാസ മേഖലയില് നമ്മളുടെ ജില്ലാ പഞ്ചായത്തിന്റെ അണ്ടറിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂൾ വരിക. പക്ഷെ എങ്കിൽ പോലും നമ്മള് പഞ്ചായത്ത് അതിലേക്ക് ഫണ്ട് മാറ്റിവെച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വലിയ ചുറ്റുമതിലും അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഹാളും എല്ലാം നമ്മൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. നമ്മളുടെ പഞ്ചായത്തിന്റെ അണ്ടറിലുള്ള ഒരു സ്കൂളായിരുന്നു വളപുരം സ്കൂള്. അവിടേക്ക് ഏകദേശം 1,30,00,000 രൂപയാണ് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതും ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ളതുമൊക്കെയാണ്. ഇനി നമ്മൾ ഒരു പാർക്കാണ് നമ്മളുടെ ഭരണസമിതി ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം. 2 കളിസ്ഥലങ്ങൾ നമുക്കുണ്ട്. ഒരു സ്റ്റേഡിയം ഇപ്പോ ഏകദേശം 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ട് ഒരു സ്റ്റേഡിയം പണി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 1.25 ഏക്കർ സ്ഥലത്ത് നമുക്കൊരു കളിസ്ഥലം പഞ്ചായത്തിന്റെ അണ്ടറിലുണ്ട്. അപ്പൊ ഇത് രണ്ടും നല്ല രീതിയിൽ തന്നെ ഇപ്പോ ചെയ്തു പോരുന്നുണ്ട്. നമുക്ക് ഇനിയിപ്പോ ഒരു പാർക്ക് എന്നുള്ള നിലയ്ക്കാണ് പഞ്ചായത്ത് ഒരു പദ്ധതി ആലോചിക്കുന്നുള്ളത്. പിന്നെ തൊഴിലവസരങ്ങൾ അവർക്ക് സ്വയം സംരംഭകരാണ്. അപ്പൊ സർക്കാരൊക്കെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നിട്ടുള്ളതാണ് സംരംഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ എന്തൊക്കെ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനാണ് ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത്. സൗമ്യ, എന്തായാലും വരും കാലത്തെ ഭരണവും ഇതുപോലെ തന്നെ ഉചിതമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ എന്നിവരാണ് നമ്മളോടൊപ്പം ഇന്ന് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും അവർ ഇനി നടത്താനിരിക്കുന്ന വികസന സ്വപ്നങ്ങളുമെല്ലാം പങ്കുവച്ചത്. ഇന്നത്തെ എൻ്റെ പഞ്ചായത്തിന്റെ എപ്പിസോഡോടെ അവസാനിക്കുന്നു. നന്ദി.